എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27/7/2024 നടന്ന തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശദമായിട്ടൊന്ന് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ഓപ്ഷൻസും എങ്ങനെയൊക്കെയാണ് കറക്റ്റ് ആൻസർ വന്നതെന്നുള്ളത്. കാരണം മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്ത് ഇനിയുള്ള ജില്ലക്കാർ പഠിക്കുമ്പോൾ ആ രീതിയിൽ അനലൈസ് ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണാം. ഇനി എഴുതാൻ പോകുന്നവരൊക്കെ ഈ ഒരു രീതിയിൽ നമ്മുടെ പഠനത്തെ ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഏറ്റവും ആദ്യം നടന്നത് ചന്നാർ ലഹളയാണ്. 1813 മുതൽ 1859 വരെയുള്ള കാലഘട്ടത്തിലാണ് ചന്നാർ ലഹള അഥവാ മാറുമറയ്ക്കൽ സമരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ വേറെ പേരാണ് ചന്നാർ ലഹള. അപ്പൊ ഈ ഒരു പീരീഡിലാണ് ചന്നാർ ലഹള നടക്കുന്നത്. അപ്പൊ ആദ്യം നടന്നത് അതാണ്. അതിനുശേഷമാണ് മലബാർ കലാപം. 1921 മലബാർ കലാപം നടക്കുന്നത്. അതിനുശേഷം വരുന്നതാണ് വൈക്കം സത്യാഗ്രഹം. 1924 മുതൽ 25 വരെയാണ് ആ ഒരു ടൈം പീരീഡിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഏറ്റവും അവസാനമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നടക്കുന്നത്. ആ ഒരു ഡേറ്റും ഓർത്തു വെച്ചേക്കുക, കാരണം പല എക്സാമുകളിലും അത് ചോദിക്കാറുണ്ട്. നവംബർ 12, 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓർഡർ. ആദ്യം ചന്നാർ ലഹള, പിന്നീട് മലബാർ കലാപം, പിന്നീട് വൈക്കം സത്യാഗ്രഹം, അവസാനം ക്ഷേത്രപ്രവേശന വിളംബരം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അത് ശരിയാണ്, ശരിയായ ഓപ്ഷനാണ്, അല്ലെങ്കിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം 21 19 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത്. ഇയർ ഡിഫറെന്റ് ആണ്. 1919 ഡേറ്റ് തന്നിരിക്കുന്നത് ഏപ്രിൽ 13, അത് സെയിം ആണ്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ തെറ്റി. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ്, 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അതും ഒരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 1, 3, 4 ഇവയാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. 1949 ഇത് സ്ഥാപിതമായത്. അത് കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, ഇതിന്റെ ആസ്ഥാനം ജനീവയാണെന്നാണ് പറയുന്നത്. അല്ല, നാറ്റോയുടെ ആസ്ഥാനം വരുന്നത് ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോ എന്ന സംഘടനയുടെ ആസ്ഥാനം. ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ്, ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. അങ്ങനെ ഒരു കാരണം റഷ്യ ഉക്രൈൻ വാറിനില്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ ഈ അവസാനം തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഇട്ടിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് നേറ്റോനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നേറ്റോന്റെ കേസിൽ ജസ്റ്റ് ഫാക്ട് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒപ്പം തന്നെ നാറ്റോവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിലും ഒരു നോളജ് ഉണ്ടായാലാണ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇനിയുള്ള എക്സാമുകൾക്ക് ആ രീതിയിൽ നമ്മുടെ പഠന രീതിയെ ക്രമീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ ഇതില് ശരിയല്ലാത്തത് അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ബന്ധമില്ലാത്തത് രണ്ടാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റുകളാണ് ബന്ധമില്ലാത്തത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഒരാളുടെ പേരും ആളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കറക്റ്റ് അല്ലാത്ത പേരാണ് ചോദിക്കുന്നത്.
ആദ്യം തന്നിരിക്കുന്നത് റോബസ്പിയർ ആണ്, ജാക്കോബിയൻ ക്ലബ്ബ്, അത് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. അടുത്തത് ഏപ്രിൽ തീസിസ്, അത് വരുന്നത് VI ലെനിൻ, അതും ശരിയാണ്. പിന്നെ അടുത്തത് സ്പിരിറ്റ് ഓഫ് ലോ ആണ്, അത് വോൾട്ടയർ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് മോണ്ടസ്ക്യൂ ആണ്, അപ്പോൾ ആ ഒരു പേര് തെറ്റാണ്. നെക്സ്റ്റ് ലോങ് മാർച്ച് നടത്തിയത് മാവോ സേതുങ്, അതും കറക്റ്റ് ആയിട്ടുള്ള പേരാണ്. അപ്പൊ ഇതിൽ തെറ്റ് വരുന്ന ഒരെണ്ണേ ഉള്ളൂ, മൂന്നാമത്തെ സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ അല്ല, മറിച്ച് മോണ്ടസ്ക്യൂ ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ A ആണ്, 3 മാത്രം. തെറ്റായ ജോഡിയാണ് ചോദിച്ചത്, അപ്പൊ ആൻസർ ഓപ്ഷൻ A 3 മാത്രമാണ് തെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു, അത് ശരിയാണ്. ഫ്രണ്ടിയർ ഗാന്ധി എന്നാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അതായത് നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു കൂടുതൽ ആൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിയർ ഗാന്ധി അഥവാ അതിർത്തി ഗാന്ധി എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. 1988 ജനുവരി 20 അന്തരിച്ചു, അത് ശരിയാണ്. 1987 ഭാരതരത്ന ലഭിച്ചു, അതും ശരിയാണ്. ഖുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു, അതും ശരിയാണ്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റ്സും ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ D ആണ് എല്ലാം. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു, അതായത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഇത് രൂപീകരിച്ചത് 1953 അത് ശരിയാണ്. നെക്സ്റ്റ്, ഇത് ഷാ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഷാ കമ്മീഷൻ എന്നല്ല ഇതിന്റെ പേര്, ഫസൽ അലി കമ്മീഷൻ എന്നാണ് ഈ ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അഥവാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അറിയപ്പെടുന്നത്. അതിന് കാരണം അതില് മെമ്പറായിരുന്നു ഫസൽ അലി, ആളായിരുന്നു അതിന്റെ പ്രധാനി. അപ്പൊ അതുകൊണ്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഫസൽ അലി, HN ഖുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നെക്സ്റ്റ്, ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്, അതും ശരിയാണ്. അപ്പോൾ ഇതില് തെറ്റ് വരുന്നത് ഏതാണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഷാ കമ്മീഷൻ എന്നല്ല ഇത് അറിയപ്പെടുന്നത്, ഫസൽ അലി കമ്മീഷൻ എന്നാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ Dയിൽ 1, 3, 4 ഇതെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായത് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ്, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിത ഗൃഹവാതകമാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്, അല്ല, ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ആഗ്നേയ ശിലയാണ്, ഇഗ്നിയസ് റോക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നെക്സ്റ്റ്, അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു, അത് ശരിയാണ്. ഈ 2 നദികൾ ചേർന്നിട്ടാണ് ഗംഗാ നദി ആയിട്ട് ഒഴുകുന്നത്. അവിടെ നിന്നാണ് ഈ രണ്ട് നദികൾ ചേർന്ന് ഗംഗാ നദി രൂപം കൊണ്ട് പിന്നീട് ഒഴുകുന്നത് ഗംഗയായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതില് തെറ്റായതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ മറ്റേ ട്രോപ്പോസ്ഫിയറിന്റെ കേസ്, അതായത് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഏറ്റവും താഴത്തെ പാളി എന്നുള്ളത്, അത് തെറ്റ്. പിന്നെ അതുപോലെ ഗ്രാനൈറ്റ് അവസാദ ശിലയിലെ ആഗ്നേയ ശിലയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് തെറ്റായിട്ട് വരുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. 1, 3 എന്നിവയാണ് തെറ്റ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്, അഗുൽഹാസ് പ്രവാഹമാണ്. അത് സൗത്ത് വെസ്റ്റേൺ ഇന്ത്യൻ ഓഷനിൽ കാണപ്പെടുന്ന ഒരു വാം കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ് അഗുൽഹാസ് പ്രവാഹം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നൊക്കെ നിങ്ങൾ ജോഗ്രഫിയിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ഓഷൻസിലും കാണുന്ന പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ, അത് വാം കറൻസും കോൾഡ് കറൻസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓരോന്നായിട്ട് നോക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുൻപിലാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നെക്സ്റ്റ്, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ നിലയം സ്ഥിതി ചെയ്യുന്നു, അല്ല, കൂടംകുളത്തുള്ളത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്.
ഓക്കെ. അതിനുശേഷം അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. അല്ല, ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധി നഗർ ആണ്. നെക്സ്റ്റ്, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അത് ശരിയാണ്. സിന്ധുവിന്റെ പോഷക നദികളാണ് രവി, ചെലം, ചെനാബ്, ബിയാസ്, സത്ലജ്. ഇതൊക്കെയാണ് സിന്ധുവിന്റെ 5 പോഷക നദികൾ. അതിൽ സത്ലജ് അപ്പൊ സിന്ധുവിന്റെ പോഷക നദിയാണ്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ശരിയായത് ഒന്നാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. 2ഉം 3ഉം തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 1, 4 എന്നിവയാണ് ശരിയായത്. നെക്സ്റ്റ്, ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹറിക്കെയിൻസ് അഥവാ ഇംഗ്ലീഷിൽ ഞാൻ സ്പെല്ലിംഗ് എഴുതിയിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹറിക്കെയിൻസ് ആണ് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത്? നാഷണൽ വാട്ടർവേ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് നാഷണൽ വാട്ടർവേ 3, NW3. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത് NW3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമേത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം. അപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണത്. ജൂൺ 5-നായിരുന്നു ലോക പരിസ്ഥിതി ദിനം. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കവർ ചെയ്ത കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയിൽ ഇത് നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ മൊത്തത്തിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഇതാ കാണിച്ച സ്ലൈഡ് ഇതായിരുന്നു. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ഒരു സ്ലോഗൻ ഉണ്ട്, അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, വി ആർ ജനറേഷൻ റീസ്റ്റോറേഷൻ. അപ്പൊ ഈ 2 കാര്യം നോട്ട് ചെയ്യുക. പിന്നെ 2024 ആതിഥേയ രാജ്യം സൗദി അറേബ്യ. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യുക എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഓരോന്നായിട്ട് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. അത് കറക്റ്റാണ്. അടുത്തത്, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. അതും ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അതും ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്. അത് തെറ്റാണ്. 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയുള്ള കാലഘട്ടമാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ പീരീഡ്. അപ്പോഴല്ല ഹരിത വിപ്ലവം ആരംഭിച്ചത്. 1966 ഇന്ദിരാഗാന്ധി ഒക്കെ വന്ന ടൈമിലാണ് ഹരിത വിപ്ലവം നടക്കുന്നത്. അപ്പൊ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1966 അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 1ാം സ്ഥാനം വരുന്നത് ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം നെല്ലിനായിരിക്കും. 2ാം സ്ഥാനം വരുന്നത് ഗോതമ്പിനാണ്. 3ാം സ്ഥാനം ചോളം, 4ാം സ്ഥാനം പയർവർഗ്ഗങ്ങൾ. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്നുകൂടെ പറയാം, 1ാം സ്ഥാനം നെല്ല്, 2ാം സ്ഥാനം ഗോതമ്പ്, 3ാം സ്ഥാനം ചോളം, 4ാം സ്ഥാനം പയർവർഗ്ഗങ്ങൾ. ഇതാണ് കറക്റ്റ് ഓർഡർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. 1ാമത്തെ പ്രസ്താവന, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അത് കറക്റ്റാണ്. നെക്സ്റ്റ്, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. അതും ശരിയാണ്. അപ്പൊ ആദ്യത്തെ ഒരു ബേസിക് ഫാക്റ്റ് ആണ് ആദ്യത്തെ പ്രസ്താവന. 2ാമത്തെ പ്രസ്താവന വരുന്നത് ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 കൂടി മിക്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഫാക്റ്റ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. എഗെയിൻ ഞാൻ പറയണു, കറണ്ട് അഫയേഴ്സും പഠിക്കണം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നിങ്ങൾ ഈ അടുത്ത കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ റെഫർ ചെയ്യാം.
ഓക്കെ, ഇനി അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ യഥാക്രമം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓരോ നോക്കാം. ബാങ്ക് ദേശസാൽക്കരണം ഉണ്ട്, ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം ഉണ്ട്, 500, 1000 നോട്ടുകളുടെ നിരോധനം ഉണ്ട്, ഭൂപരിഷ്കരണം ഉണ്ട്. അപ്പൊ അതില് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ആദ്യം നടന്നത് ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം 1950-ലാണ് നടക്കുന്നത്. പിന്നീട് നടന്നത് ഭൂപരിഷ്കരണം. കാരണം ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ച് അധികം വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് അതിനിപ്പോ പക്ക ഒരു ഇയർ എന്ന് പറയാനില്ല. അപ്പൊ അത് കുറച്ച് നാളുകൾ ഇന്ത്യയിൽ മൊത്തത്തിൽ അത് കുറെ നാളുകൾ നീണ്ടു നിന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഏകദേശം ഒരു 1950 തന്നെയാണ് ഇതും തുടങ്ങുന്നത്. പക്ഷെ അത് കുറച്ച് കാലം നീണ്ടു നിന്നായിരുന്നു. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം ആദ്യം നടന്നു, പിന്നീട് ഭൂപരിഷ്കരണം, പിന്നീട് വരുന്നത് ബാങ്ക് ദേശസാൽക്കരണം, അതായത് ബാങ്ക് നാഷണലൈസേഷൻ, അത് 1969-ലാണ് നടക്കുന്നത്. പിന്നെ അവസാനത്തതായിട്ട് നമുക്ക് 500, 1000 നോട്ടുകളുടെ നിരോധനം 2016 നടന്നതായിട്ട് അത് നമുക്കറിയാം. ഏറ്റവും അവസാനമാണ് വരിക. അപ്പൊ ഒന്നുകൂടി ഓർഡർ പറയുകയാണെങ്കിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരണം 1950, ഭൂപരിഷ്കരണം വരുന്നത്, ലാൻഡ് റിഫോംസ് വരുന്നത് ഈ ഒരു പീരീഡിൽ തന്നെയാണ്. അതിനുശേഷം ബാങ്ക് ദേശസാൽക്കരണം 1969, പിന്നെ 500, 1000 നോട്ടുകളുടെ നിരോധനം 2016. നെക്സ്റ്റ്, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. കാരണം പഞ്ചവത്സര പദ്ധതികൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയത്, സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി. നെക്സ്റ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് കണക്കാക്കാം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമായിട്ട് നമുക്ക് എടുക്കാം. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അഥവാ ഇനീഷ്യേറ്റീവ്സും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം അഡൽ ഇന്നോവേഷൻ മിഷൻ. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അഡൽ ഇന്നോവേഷൻ മിഷന്റെ ലക്ഷ്യം അതാണ്. നെക്സ്റ്റ്, മെഥനോൾ സമ്പദ്ഘടന. അതെന്ന് പറയുന്നത് എണ്ണ ഇറക്കുമതി ബിൽ അഥവാ ചെലവ് കുറച്ചു കൊണ്ടുവരാനായിട്ടാണ് മെഥനോൾ സമ്പദ്ഘടന എന്ന് പറയുന്ന സംരംഭം കൊണ്ടുവന്നത്. അടുത്തത് സഹകരണ ഫെഡറലിസം അഥവാ കോഓപ്പറേറ്റീവ് ഫെഡറലിസം ആണ് ഉദ്ദേശിച്ചത്. അത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഫെഡറലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് വരുമ്പോൾ മനസ്സിലാക്കുക, അതില് സംസ്ഥാനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ഭരണത്തിനെയാണ് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതായത് അവർക്കും കൂടി ഒരു ഇതുണ്ടാവും, ഒരു പാർട്ട് ഉണ്ടാവും ഭരണത്തിൽ. ഓക്കെ, അപ്പോൾ സഹകരണ ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. നെക്സ്റ്റ്, ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ലക്ഷ്യങ്ങൾ വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ പറഞ്ഞതനുസരിച്ച് അടൽ ഇന്നോവേഷൻ മിഷൻ സംരംഭകത്വ നവീന ആശയ രൂപീകരണം, മെഥനോൾ സമ്പദ്ഘടന എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക, സഹകരണ ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ശൂന്യ ക്യാമ്പയിൻ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ്, 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തേത്, ശാസ്ത്രോക്തം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. ശാസ്ത്രോക്തം എന്ന് ഉദ്ദേശിച്ചത് പുറത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം പരമാവധി കുറയ്ക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലായിരുന്നു. ഒരു പുത്തൻ സാമ്പത്തിക നയത്തിൽ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് തെറ്റാണ്. പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് അത് തെറ്റാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളമായി
സംയോജിപ്പിക്കുക. അത് ശരിയാണ്. ആഗോളവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധിപ്പിച്ചത്. അപ്പോൾ അത് ശരിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, അതും ഇതിന്റെ ഭാഗമായിട്ട് നടന്നൊരു പ്രോസസ്സാണ്. പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിച്ചത്. നെക്സ്റ്റ്, ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. അല്ല, ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ വരും, ഇവിടെ നിന്നുള്ള പ്രോഡക്ട്സ് ഒക്കെ പുറത്തോട്ടും പോകും. അപ്പോൾ അതുകൊണ്ട് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യമല്ലായിരുന്നു ഇതിനുള്ളത്. ഇറക്കുമതി കുറയ്ക്കാനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഫ്ലോ നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നാലാമത്തെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ്. അപ്പോൾ 2, 3 ശരി, 1, 4 ശരിയല്ല. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ. ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. പിന്നെ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അല്ല, ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയല്ല, ഭരണഘടന നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകാരം നൽകുന്നത്. നെക്സ്റ്റ്, 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. അത് ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളായിട്ടാണ് രൂപീകരിക്കപ്പെട്ടത്. 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. 1946 അല്ല, 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇതിൽ പറയുന്നതിൽ നമുക്ക് ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനും 7 അംഗങ്ങളായിരുന്നു രൂപീകരിക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? ഓരോന്നായിട്ട് നോക്കാം. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ശരിയാണ്. 326 ഈ ഒരു കാര്യം പറയുന്നത്. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. ഇല്ല, തെറ്റാണ്. നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 326 സാർവത്രിക വോട്ടവകാശം അഥവാ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 326 അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ്, 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു. അത് കറക്റ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പറയണം. 1989 62 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു എന്നാണ്. അല്ല, 61 ഭേദഗതിയിലൂടെയാണ് ഈ പ്രായം കുറച്ചത്. അപ്പം അതുകൊണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ശരി വരുന്നത് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. നെക്സ്റ്റ്, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഓരോന്നായിട്ട് നോക്കാം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. അത് ശരിയാണ്. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അതായത് നമുക്കറിയാം, നമ്മുടെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ 3 ലിസ്റ്റുകളിലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള, അതായത് സംസ്ഥാന പട്ടികയിലുള്ള വിഷയങ്ങൾ എന്തെങ്കിലും പിന്നീട് വന്ന എന്തെങ്കിലും ചേഞ്ചസിനനുസരിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം വേണം. അത് ശരിയാണ്. നെക്സ്റ്റ്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റാണ്. നെക്സ്റ്റ്, സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. ഇല്ല, രാഷ്ട്രപതിക്ക് ഇങ്ങനെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ യാതൊരു പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. അത് പാർലമെന്റിന് തന്നെയാണ്, മൊത്തത്തിൽ പാർലമെന്റിന് തന്നെയാണ് അധികാരം. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഓരോന്നായിട്ട് നോക്കാം. അതിന്റെ ഘടന അഥവാ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ
മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചെയർമാൻ. അത് ശരിയാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. അതും ശരിയാണ്. അടുത്തത് മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. ഇല്ല, അങ്ങനെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഇതിനില്ല. നെക്സ്റ്റ്, മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഈ വായിച്ചത് ശരിയാണ്. പക്ഷെ നമ്മൾ നെറ്റിലാണെങ്കിലും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിലൊക്കെ ആണെങ്കിലും റെഫർ ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസറിൽ ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ 3 അംഗങ്ങളാണ് ഇങ്ങനെ അറിവും പ്രായോഗിക പരിചയമുള്ള 3 അംഗങ്ങളെയാണ്. അതിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ 3 അംഗങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഇപ്പം നമുക്ക് 4ഉം ശരിയാണെന്നാണ്. പക്ഷെ ഫൈനൽ ആൻസർ കീയിൽ ചിലപ്പോൾ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നേക്കാം. നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും 2 അംഗങ്ങളല്ല 3 അംഗങ്ങൾ എന്നാണ് കറക്റ്റ് വരുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളും ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. നിങ്ങൾ റെഫർ ചെയ്തിട്ട് എന്താണ് കിട്ടണമെന്നുള്ളതൊന്ന് ആൻസർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആൻസർ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലെ ആൻസർ അനുസരിച്ച് ഇപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2, 4. പക്ഷേ 4ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് 3 അംഗങ്ങളാണ് എന്നാണ് നമ്മൾ റെഫർ ചെയ്തപ്പോൾ മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. 1, 2 മാത്രം ശരിയായിരിക്കും. ഓക്കെ, അപ്പം അടുത്തത് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? അതായത് മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്, അതാരാന്നാണ് ചോദിക്കുന്നത്. ആൻസർ മൻസുഖ് മാണ്ഡവ്യാണ്. ഓപ്ഷൻ സി 1 ശരി. മൻസുഖ് മാണ്ഡവ്യാണ് കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? 15ാമത്തെ പ്രസിഡന്റ്, അത് ശരിയാണ്. 14ാമത്തെ പ്രസിഡന്റ്, അത് തെറ്റാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചു, അതും ശരിയാണ്. ഇതന്നെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചു ഈ പീരീഡിലെന്നാണ് 4th സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റായിരിക്കും. അപ്പോൾ ശരിയായിട്ടുള്ളത് 15ാമത്തെ പ്രസിഡന്റ് 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചു. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനുള്ളൂ. ഫുള്ള് ഒരു വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോകും. കാരണം നമ്മൾ ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞു പോകല്ലോ, എല്ലാ ഓപ്ഷൻസും എടുത്ത് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ ലെങ്തി ആവാതിരിക്കാൻ നമുക്കൊരു 4 പാർട്ടായിട്ട് ഈ ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്ത് പോവാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത 3 പാർട്സ് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആൻസേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷനിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.